ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഞാനിതിൽ പറയുന്നത് നമ്മൾ എങ്ങനെ ആഗ്ര ആൻഡ് ഡൽഹി ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. ഞങ്ങൾ മറ്റേ റിസർവേഷൻ എടുത്ത് സ്ലീപ്പർ എടുക്കുമ്പോൾ നമുക്ക് 1000 റുപ്പീസൊക്കെ വരുള്ളൂ. റിസർവേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ചാർജ് വരും. അപ്പോൾ അങ്ങനെ 2 ദിവസം ട്രെയിനിൽ കയറി 3-ാമത്തെ ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ ഡൽഹിയിലെത്തുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആദ്യം ഡൽഹി പോയി പിന്നെ ആഗ്രയും കണ്ടിട്ട് ഡൽഹിയിലായിരുന്നു റൂം സ്റ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമ്മൾ ആഗ്രയിൽ ഇറങ്ങിയിട്ട് അതാണ് ബെസ്റ്റ് വേ. ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ കാരണം അങ്ങനെ എടുത്തതാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം നമ്മൾ ആഗ്രയിൽ ഇറങ്ങണം. 3-ാമത്തെ ദിവസമാണ് ആഗ്രയിലെത്തുക. ആഗ്രയിൽ ഇറങ്ങി ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടിട്ട് അതിന് ശേഷം നമ്മൾ തിരിച്ച് ഡൽഹിയിലോട്ട് പോവുക. നമ്മളെപ്പോഴും സ്റ്റേ ഡൽഹിയിൽ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആഗ്രയിൽ പോകുമ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ പോകുമ്പോൾ എപ്പോഴും അതിരാവിലെ പോകുന്നതാണ് നല്ലത്. കാരണം അപ്പം നമുക്ക് തിരക്കൊന്നുമില്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ സുഖമായിരിക്കും. കുറച്ച് കഴിയും തോറും തിരക്ക് കൂടും. അപ്പം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ആളുകളുടെ തിരക്ക് കൂടും. അപ്പോൾ ഞങ്ങൾ യാത്രയിൽ ഫുള്ള് ഞങ്ങൾ ട്രെയിൻ ഫുഡൊന്നും യൂസ് ചെയ്തിരുന്നില്ല. ഞങ്ങൾ ചെയ്തിരുന്നത് മറ്റേ ഈ ഓർഡർ ചെയ്യായിരുന്നു ഓൺലൈനിൽ. ഒരു മണിക്കൂറൊക്കെ മുന്നേ നമ്മൾ നോക്കി ഓർഡർ ചെയ്യും. നല്ല ഷോപ്പുകൾ, നല്ല റിവ്യൂ ഉള്ള ഷോപ്പ് നോക്കിയിട്ട് സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്തിട്ട് ട്രെയിനിൽ നമുക്ക് സീറ്റിൽ എത്തിച്ച് കിട്ടിയിരുന്നു ഫുഡ്. അങ്ങനെയാണ് നമ്മൾ ഫുഡ് ചെയ്തിരുന്നത്. പോകുന്ന ദിവസത്തിന് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയി ബാക്കി ദിവസങ്ങളിൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ച്. പിന്നെ അവിടെ ആഗ്ര ഫോർട്ടും നമ്മൾ കണ്ട് പിന്നെ മറ്റേ താജ്മഹലും കണ്ട് തിരിച്ച് ഡൽഹിയിലാണ് സ്റ്റേ ചെയ്തത്. ഡൽഹിയിൽ പിന്നെ നമ്മൾ രാവിലെ ഇങ്ങനെ ടൂർ ബസ്സുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതുണ്ട്. അതിൽ 280-ഉം 350 രൂപയുടെ ടൂർ ബസ്സുകൾ അവൈലബിളാണ്. അപ്പം നമ്മൾ ആ ടൂർ ബസ്സിലാണ് നമ്മുടെ യാത്രക്ക് വേണ്ടത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓരോ സ്പോട്ടിൽ ഇറക്കിയിട്ട് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ തിരിച്ച് കയറണം പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ കൊണ്ടുപോയിട്ട് എല്ലാം കണ്ടിരുന്നു. അങ്ങനെ കുത്തബ് മിനാർ, പിന്നെ നമ്മുടെ ഇന്ത്യ ഗേറ്റ്, പിന്നെ നമ്മുടെ ലോട്ടസ് ടെമ്പിൾ, രാജ്ഘട്ട്, പാർലമെൻറ്റ്, ഇതെല്ലാം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ ട്രെയിൻ തന്നെയാണ് പോകുന്നത്. പിന്നെ സ്ലീപ്പറിൽ മാക്സിമം എടുക്കാതിരിക്കുക. നമ്മൾ റിസർവേഷൻ തന്നെ എടുക്കുക. സ്ലീപ്പറിൽ സാധാ യാത്രക്കാരെല്ലാം കയറുന്നതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. സ്ലീപ്പർ യാത്ര ബുദ്ധിമുട്ടാണ്.